വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഇൻ ഡെയിലി ലൈഫ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളെ ഇംഗ്ലീഷ് ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭംഗിയായിട്ട് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ധാരാളം സെൻറ്റൻസുകൾ കുറേശ്ശെയായിട്ട് ഒരു പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതതിൻ്റെ ആദ്യത്തെ ഭാഗമായ പാർട്ട് 1 ആണ്. ഇതിന് ശേഷം പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ധാരാളം പാർട്ടുകളിലായിട്ട് കുറേ അധികം ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നീ റെഡിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണോ, അല്ലെങ്കിൽ താങ്കൾ റെഡിയാണോ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ആർ യു റെഡി? എങ്ങനെയാണ്? ആർ യു റെഡി? യു എന്ന വാക്കിന് നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, അകത്തേക്ക് വരൂ. എങ്ങനെ പറയാം? കം ഇൻ, കം ഇൻ, അകത്തേക്ക് വരൂ. കം എന്ന വാക്കിന് വരിക എന്നാണ് അർത്ഥം. ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്നുമാണ് അർത്ഥം. കം ഇൻ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ അകത്തേക്ക് വരൂ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരൂ. ഇനി അടുത്തത്, ഇവിടെ കാത്തു നിൽക്കൂ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വെയിറ്റ് ഹിയർ, വെയിറ്റ് ഹിയർ, ഇവിടെ കാത്തു നിൽക്കൂ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക എന്നാണ് അർത്ഥം. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. വെയിറ്റ് ഹിയർ, ഇവിടെ കാത്തു നിൽക്കൂ. വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട എന്നൊക്കെ എങ്ങനെ പറയാം? ഡോണ്ട് വെറി, ഡോണ്ട് വെറി, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. വെറി എന്ന വാക്കിന് വിഷമിക്കുക, പ്രയാസപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഡോണ്ട് വെറി എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. എനിക്കുറപ്പാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഷുവർ, ഐ ആം ഷുവർ, എനിക്കുറപ്പാണ്. ഷുവർ എന്ന വാക്കിന് ഉറപ്പുള്ള, തീർച്ചയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഐ ആം ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്കുറപ്പാണ് അല്ലെങ്കിൽ എനിക്ക് തീർച്ചയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ലിസൺ ടു മീ, ലിസൺ ടു മീ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ലിസൺ എന്ന വാക്കിനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അർത്ഥം. ലിസൺ ടു മീ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. എന്തു പറ്റി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻഡ്, എന്തു പറ്റി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, അത് എന്താണ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ്. എനിക്ക് നിൻ്റെ ഫോൺ ഒന്ന് താ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഗിവ് മീ യുവർ ഫോൺ, ഗിവ് മീ യുവർ ഫോൺ, എനിക്ക് നിൻ്റെ ഫോൺ ഒന്ന് താ. ഗിവ് എന്ന വാക്കിനെ തരിക, നൽകുക എന്നൊക്കെയാണ് അർത്ഥം. മീ എന്ന് പറഞ്ഞാൽ എനിക്ക്, യുവർ ഫോണ്, നിൻ്റെ ഫോണ്. നമ്മുടെ സുഹൃത്തുക്കളോടോ റിലേറ്റീവ്സിനോടൊക്കെ എന്തെങ്കിലും ഫോണോ മറ്റോ ആവശ്യപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടി ചോദിക്കുകയല്ല ചെയ്യുന്നത്. വളരെ റെസ്പെക്റ്റോട് കൂടി അനുവാദം ചോദിക്കാൻ ഈ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പാടില്ല. വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കുന്നതിനാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്താണ്? ഐ നീഡ് യുവർ ഹെൽപ്പ്. നീഡ് എന്ന വാക്കിന് ആവശ്യമാവുക എന്നാണ് അർത്ഥം. ഐ നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട്, ഹെൽപ്പ്, സഹായം.